ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ എൻ്റെ മാർക്ക് ലിസ്റ്റിന് ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇന്ന് മെയ് 26 +2ന്റെ റിസൾട്ട് വരുന്നത്. ആണോ? അപ്പൊ എല്ലാരും പൊന്നിന്റെ റിസൾട്ട് അറിയാൻ എന്തായാലും ആകാംക്ഷയോടെ ഇരിക്കുവായിരുന്നു. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. ജയിച്ചു കഴിഞ്ഞാൽ പൊന്നൂന് ഇന്ന് എന്റെ വക ഫുൾ ചെലവാണ് ഗൈസ്. അന്റെ ജ്യൂസിന്റെ പൈസ കൊടുക്കാണ്ട? ഇല്ല. ആധാരം തിരിച്ചെടുക്കാനോ? അതുമില്ല. ഗൈസ് നമ്മള് സത്യം പോലെ തന്നെ പറയുക. സത്യമായി പറയുന്നവനായി രാജാക്കന്ന്. കെടാൻ പോകുന്നതിന് മുമ്പുള്ള ആളിക്കത്തല. ഗൈസ്, അപ്പൊ എന്റെ റിസൾട്ട് വന്നു. പാസ്സായി ഗൈസ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതിൽ കളിമണ്ണ് മാത്രമല്ല അല്പ കളിച്ചോറും ഉണ്ടെന്ന്. പിന്നെ A+ ഒന്നുമല്ല കാര്യം, മാർക്കിലാണ്. അതെ നിനക്ക് പിന്നെ അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ല. ഗൈസ്, നമ്മള് എന്റെ പെർസെന്റേജ് കൂട്ടി. അപ്പൊ കൂട്ടിയിട്ട് എന്റെ പെർസെന്റേജ് എനിക്ക് കിട്ടിയത് 90.67%. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. 97.60% നിനക്ക്. ഒരു A+ പോലും ഇല്ലാത്ത നിനക്ക്. ആ നിനക്ക് 90% മേളിൽ മാർക്ക്. നിനക്കപ്പോ ശതമാനം കൂട്ടാൻ നല്ലോണം അറിയാന്ന് എനിക്ക് ഇതിൽ തന്നെ മനസ്സിലായി. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. പൂജയെ കുട്ടി മോളെ ഇങ്ങനെ കള്ളം പറയുന്നത് എന്തിനാ നീ നാട്ടുകാരെ ഇങ്ങനെ പറ്റിക്കുന്നത്? ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. അപ്പം ശരിക്കുള്ള മാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സെക്കൻഡ് നമ്മളൊരു വീഡിയോ ഇട്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള കേസ്, ഞങ്ങളുടെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് ആയിരുന്നത്. ഓക്കെ.